ഞങ്ങൾ അപ്പ് ചൂടാൻ പോകുകയാണ് ഗുയിസ്. ഞങ്ങളെ വാവ് ഒങ്ങി നീച്ചു. അയൊരു വാവ് ഒങ്ങി നീച്ചു പറഞ്ഞ ഒരു വാവ് ഒങ്ങി പറഞ്ഞ വാവ് ഒങ്ങി നീച്ചു. ഇനി അയൊരു ജ്യൂസ് ജ്യൂസ് കുടിച്ചാലോ? ജ്യൂസ് കുടിച്ചാലോ? കലിപ്പ് നമ്മൾ അപ്പു ചിന്നാൻ പോവാണ്. അരുവിന് അപ്പു ആണെന്നാണ് പറഞ്ഞത്. അരുവിന് എത്ര മതി കലിപ്പ് എന്താ ഒരു ഹായ് കൊടുക്കുന്നിട്ട് നമ്മൾ അപ്പു ചുട്ടുതരാം. ഒരു ഹായ് ഗുഡ് മോർണിംഗ് ബാണ്ട് അപ്പു ചിന്നിട്ടോ പഞ്ഞാ അപ്പു ചിന്നിട്ട് പഞ്ഞാ അയറിട്ട് ഉറങ്ങി എഴുന്നേറ്റ് വന്നതാട്ടോ. നല്ല വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വീഡിയോക്കൊക്കെ നല്ല സപ്പോർട്ടാണ്, ഭയങ്കര വർത്താനാണ്. ഇപ്പം അടിപൊളിയായിട്ട് വർത്താനം പറയട്ടോ, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയും. അപ്പോൾ ഇപ്പോൾ എണീറ്റ് വന്നുകൊണ്ട് പാല് കുടിച്ച് കുറച്ച് നേരമായി ഇങ്ങനെ കളിച്ച് നടക്കണം. അപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ എന്നെ മാമു ആണോ അപ്പു ആണോ എന്ന് ചോദിച്ചപ്പം ആദ്യം പറഞ്ഞത് അപ്പു ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു അപ്പം ഇതുമൂന്ന് ചുട്ടെടുത്തു. അതാണ് ചട്ടിയിലെ അടയാളം കാണുന്നത്. ഈ ദോശമാവ് ഉണ്ടാക്കിയാൽ പിന്നെ എന്താ പറയുക, ഇതുമൂന്ന് ഇടയ്ക്കിടയ്ക്ക് ദോശ വേണം. അപ്പോൾ ഒരു ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഐറൂസിന് ഇതാ നന്നായിട്ട് ഒന്നുകൂടി മാവ് ഇങ്ങനെ ഇന്നലത്തേനേക്കാൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ദോശമാവാണ് കേട്ടോ. അപ്പം ഇന്നലെ രാത്രി ഉണ്ടാക്കി രാവിലെ വന്ന നമ്മൾ മാവ് വരുമല്ലോ നല്ലോണം, അതിനേക്കാൾ ഇപ്പോൾ നല്ല രീതിയിൽ മാവ് വന്നിട്ടുണ്ട്. പിന്നെ ഐറൂസിന് ഓന് ഇഷ്ടപ്പെട്ട പ്ലേറ്റിലേ ഓൻ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓൻ അത് പ്ലേറ്റ് തരുന്ന തിരക്കിലാണ്. ആ സമയത്ത് ഞാൻ വേഗം ഒരു ദോശക്ക് പരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ അവന് പ്ലേറ്റ് തരുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് ഇതിപ്പോൾ ഉറക്കം എഴുന്നേറ്റപ്പോൾ അവന് പഴം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴം കൊണ്ട് കൊടുത്തിട്ട് പകുതി കഴിച്ച് പിന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും വാട്ടിക്കഴിക്ക് എന്തെങ്കിലും ചെയ്യാം. ഏതായാലും ഒരു പ്ലേറ്റ് ഇങ്ങനെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഓന് ഇഷ്ടപ്പെട്ട പ്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓൻ കഴിക്കൂല കേട്ടോ. ഓന് സ്റ്റീൽ പ്ലേറ്റ് ഒന്നും പറ്റില്ല. കണ്ടോ, സ്റ്റീൽ പ്ലേറ്റ് കൊടുത്തപ്പോൾ അത് വേണ്ട, ആ പൊട്ടുന്ന പ്ലേറ്റ് വലിയ പ്ലേറ്റ് മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കൊടുക്കും. ചിലപ്പോൾ ഓന് ദേഷ്യം വരുമ്പോൾ പ്ലേറ്റ് എടുത്ത് എറിയുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഫൈബറിൻ്റെ പ്ലേറ്റ് കൊടുക്കാത്തത് കേട്ടോ. അങ്ങനെ 1-2 പ്ലേറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് സൂക്ഷിക്കുന്നതാണ്. പക്ഷേ ഓൻ അതിലെൻ്റെ കിട്ടണം. അപ്പോൾ അത് കൊടുത്തപ്പോൾ ഓന് സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ആംഗ്യം കാട്ടിയതുണ്ടോ. അപ്പം എന്തായാലും ഒരു അപ്പം ചുട്ടുകൊടുത്തപ്പോൾ അതിക്ക് കടല വേണ്ടേന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ്. കടല വേണം തന്നെ. ഞാൻ രാവിലെ ദോശയ്ക്ക് കടലക്കറി ഉണ്ടാക്കി, ഗ്രീൻ പീസ്. അത് ഓന് ഉള്ളത് നമ്മൾ സെപ്പറേറ്റ് മുളകിടാതെ വെക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓന് ഇച്ചിരി കൊടുത്തിട്ടോ. ലാസ്റ്റ് ആയിട്ടുണ്ട്. രാവിലെ മുതൽ കഴിക്കാൻ തുടങ്ങിയതല്ലേ, ഇനി രാത്രിക്കത്തെ ചോറ് കൂടി ഒന്ന് കൂട്ടിക്കൊഴിച്ച് തിന്നാനുള്ളൂ. ഓന് ഇങ്ങനത്തെ ചെറുപയർ മമ്പയർ കടലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓന് ഇത് ഒറ്റയ്ക്ക് തിന്നണം. ഏതായാലും പ്ലേറ്റ് കൊണ്ട് പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് കഴിക്കണുണ്ടോ എന്നിങ്ങനെ നോക്കി ഇരിക്കുകയാണ് ഞാനും. നീനൂട്ടി അടുത്ത് പുറപ്പെട്ടിട്ടുണ്ട്. ഓളും വരുന്നതും ഓളെയും വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, ചിലപ്പോൾ ഓന് ഒറ്റയ്ക്ക് തന്നെ ഫുഡ് കഴിക്കണം. ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഓന് ഒപ്പം കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഓനുള്ളത് ഒരു പ്ലേറ്റിൽ എടുത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ മോളൂൻ്റെ അടുത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ കുഴച്ചിട്ട് ഈ ഓൻ കഴിക്കണതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഓൻ്റെ കഴിപ്പ്. എന്തായാലും ഒറ്റയ്ക്ക് കഴിക്കണത് ശീലിക്കണത് നല്ലതാണല്ലോ, പഠിക്കേണ്ടത്. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് കൊടുക്കും കേട്ടോ. മോളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നീനുട്ടി ഇവിടെ എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വേഗം ചായ ഉണ്ടാക്കുകയാണ്. ഇന്ന് ഞാൻ വർക്കൗട്ട് കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ദിവസമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഗുയ്സ്. അപ്പം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ എന്തായാലും 6:45 വരാൻ. നമുക്ക് 7 മണിക്കാ തുടങ്ങാം കേട്ടോ. 7 മണി മുതൽ 8 മണി വരെയാണ്. അവൾ വരുമ്പോൾ ഞാൻ ഓൾക്ക് ഇഷ്ടമുള്ള കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. പാലടുപ്പത്ത് വെച്ച് ഞാൻ കാപ്പിപ്പൊടി പഞ്ചസാര ഇട്ട് ചുടുവെള്ളം പറഞ്ഞ് ഇങ്ങനെ ഇളക്കിയിരുന്നു. അപ്പോൾ ഇതും പൂന്ന് അത് എന്തായാലും ഇളക്കണം. അപ്പോൾ ഓൾ ഇളക്കിക്കോട്ടെ ചെയ്ത് ഓൾ കൊടുത്തു. പക്ഷേ ഓൾ അതിന് വേദനിപ്പിക്കാതെ തിളക്കണുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. പാല് തിളക്കുമ്പോൾ ഞാൻ ഉളരുന്ന അത് വാങ്ങിയിട്ട് ഞാൻ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോഴാണ് മോളൂൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞത്, ഓമ്മയുടെ അരി കൂടെ ഉണ്ട്, ഞാൻ വരികയാണ്, വേഗം റെഡി ആയിക്കോ, മതി, റെസ്റ്റ് എടുത്തതൊക്കെ മതി, പോരെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് കയറാൻ പിന്നെ ഒരു വർക്കൗട്ടിന് കയറാൻ പിന്നെ ഒരു മടി കേട്ടോ. കാരണം ഓള് പോവല്ലേ, പെട്ടെന്ന് കേട്ടത് എനിക്കൊരു ടെൻഷനായി. ഐറൂസ് പോവാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ വേഗം ഓള് വൈകുന്നേരം എന്താ പറയുക ഓട്സൊക്കെ കഴിച്ച് ഫുഡൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ചെറിയൊരു ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓള് വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ നിർത്തും. ഇപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കിയപ്പോൾ ഓൾക്ക് ഒരു ഗ്ലാസ് കൊടുത്തു കേട്ടോ. കാരണം പോവല്ലേ, ഇനി പോവല്ലേ, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓള് വാങ്ങി കുടിച്ചു കേട്ടോ. ഇനി തട്ടി പോവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണ് ഞാൻ കൊണ്ടു കൊടുത്തത്. മോളൂനും കൊണ്ട് കൊടുത്തു. പിന്നെ നീനുട്ടി വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷേ ഓള് ഇന്ന് ബസ് എന്താ പറയുക, ഇത് നമ്മളെ
തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഓൾ ആ ബസ്സിൽ വരുന്ന സമയത്ത് അവിടെ ഭയങ്കര ബ്ലോക്കും ഒക്കെ ആയിട്ട് ഓക്ക് പിന്നെ വരാൻ കുറച്ച് ലേറ്റായി. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ പോയി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, അവൾ വരുന്നുണ്ടോ ആ ഭാഗത്തൊന്നും കാണാനല്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അത് എന്താ ചായക്ക് കടി ഇതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഐറൂസ് അതവിടെ നമ്മളെ ദോശ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചായ കണ്ടപ്പോൾ ഓനും കിട്ടണം ചായ എന്നും പറഞ്ഞിട്ടുള്ള പെടച്ചിലാണ്. അപ്പോൾ ഞാനിത് ഈ പിന്നെ പൊട്ടണ ക്ലാസ്സിൽ കൊടുത്തപ്പോൾ ഓന് പറ്റില്ല, ഓൻ്റെ കപ്പിൽ വേണം കേട്ടോ. ഓൻ്റെ ഒരു കപ്പ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു. പക്ഷേ കുറുമ്പ് വാശിയുമാണല്ലോ, ഓന് വിചാരിച്ച പോലെ അങ്ങോട്ട് ആയിട്ടില്ല. ആവാത്തതിൻ്റെ കരച്ചിലാണ് കാണുന്നത്. പിന്നെ ഓനൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ക്യാമറയ്ക്ക് ഓഫ് ആക്കിയിട്ടോ. പിന്നെ അതാ ഓല അവിടെ ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു ഏകദേശം പകുതിയൊക്കെ ആയപ്പോഴാണ് പകുതിയല്ല, എൻ്റെ ഹസ്ബൻഡ് എണീറ്റ് പോയതിന് ശേഷമാണ് ഈ നീനുട്ടി വന്നത് കേട്ടോ. ഓള് വരുന്നുണ്ട്. ഓള് നല്ല ടയേർഡായിട്ടുള്ള വരവാണ്. കാരണം ഇന്നൊരു 1.5 മണിക്കൂർ യാത്ര, 2-2.25 മണിക്കൂറായിട്ടുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ബഹളമായതുകൊണ്ടും വണ്ടി അവിടെയും ഇവിടെയൊക്കെ സ്റ്റെക്കായും ബ്ലോക്കായും ഇതായിട്ടും കുറേ ഇങ്ങനെ സാവധാനത്തിലാണ് കേട്ടോ. അപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ട്. അവൻ വന്ന് മോള് ഇവിടെ പോകാനുള്ള ഒരാളിങ്ങനെ വരുമ്പോൾ മോള് പോകാനും വേണ്ടിയിട്ട് റെഡി ആവാണ്. മുടിയൊക്കെ വാരോക്ക് ഇങ്ങനെ ഇന്ന് രാവിലെ മുതൽ ചെറിയൊരു പനിക്കാൻ വരുന്ന പോലെ തോന്നിയതുകൊണ്ട് ഇത് കുളിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോഴാണ് പനി ഉള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ കുളിച്ച് അധികം ആക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മോള് എന്താ പറയുക മുടിയൊക്കെ ഒന്ന് വാർന്ന് റെഡിയാക്കി എടുക്കുകയാണ്. നീനുട്ടി വന്ന് ഇതാ ഒക്കെ കൂടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെക്കുന്നുണ്ട്. മോള് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒരു സൈഡിൽ പാക്കാക്കി വെക്കുന്നുണ്ട്. ആകെ അലമ്പ് ആയ ഒരു വൈകുന്നേരമാണ്. 10-15 ദിവസം നിന്നിട്ട് പോകുമ്പോൾ പിന്നെ നമുക്കൊരു ടെൻഷനാണല്ലോ. മക്കളെ പോകുമ്പോൾ 2 ദിവസം കന്ന് പോകുമ്പോൾ വലിയ അലമ്പുണ്ടാവില്ല. അപ്പോൾ ഇത്രയും ദിവസം ഐറൂസിന് ഇങ്ങനെ നിന്ന് കാണാൻ പോകുമ്പോൾ ഒരു ഇടങ്ങേറാണ് അല്ലേ. എന്തായാലും നീനുട്ടി ആദ്യം കോഫി കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ ഞാൻ വർക്കൗട്ടിനൊന്നും കയറാത്തതുകൊണ്ട് വേഗം ഒക്കെ ചോറും കൊണ്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കോഫി കൊടുത്തിട്ട് കയറണം, എന്നിട്ട് ഒരു 3/4 മണിക്കൂർ അരമണിക്കൂറൊക്കെ ഒന്ന് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ഒക്കെ ഫുഡ് കൊടുക്കാം, കുറച്ച് നേരമെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിപ്പോൾ തീരെ ചെയ്യാൻ പറ്റണില്ല കേട്ടോ. 3-4 മാസം നമ്മൾ ഒന്ന് ചെയ്യാഞ്ഞിട്ടോ എന്താ അറിയില്ല. അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് തീരെ അങ്ങോട്ട് പറ്റണില്ല. അപ്പോൾ എന്നോട് നമ്മളെ പിന്നെ മാം പറഞ്ഞു, നീ ശ്രുതി എന്തായാലും ഡെയിലി കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കയറണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. തുത്തു വിളിച്ചിട്ട് ഓളും കയറിയിട്ടുണ്ട്. അപ്പോൾ ഓളിനെ വേഗം കയറിക്കൂടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു സന്ദർഭം ആയതുകൊണ്ട് പിന്നെ ഞാനും പറഞ്ഞപ്പോൾ ഓള് പിന്നെ ഫോൺ കട്ട് ചെയ്ത് ഓള് എന്തായാലും എക്സസൈസിന് കയറിയിട്ടുണ്ട്. എന്താണെങ്കിൽ നല്ല വർക്ക്. ഞാൻ ഒരു 8-8:30 ആയപ്പോൾ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല അടിപൊളി വർക്കൗട്ടായിരുന്നു. നല്ല ടയേർഡായി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരു സങ്കടമൊക്കെ ആയി. എന്തായാലും നാളെ മുതൽ ഇനി ഒന്നും മിസ് ചെയ്യൂല, ഇനി എന്തായാലും ഒഴിവാക്കൂല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് എനിക്കറിയാം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് മക്കൾ വരുമ്പോൾ എൻ്റെ കൺട്രോളാണ് പോവാണ്. മക്കൾക്ക് ഓൾക്ക് ഫുഡ് എടുക്കണം ഇതൊക്കെ. പിന്നെ മാം ചീത്ത പറയുന്നുണ്ട്, എല്ലാവരുടെ കാര്യങ്ങളും ഈ നോക്കണുണ്ടല്ലോ, എൻ്റെ കാര്യം ഈ നോക്ക്, ഒരു അരമണിക്കൂറെങ്കിലും എൻ്റെ കാര്യത്തിൽ ഈ ശ്രദ്ധിക്കണം നിന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഇതുമൂന്ന് ചോറൊക്കെ വാരി കൊടുത്തു. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അവിടുത്തെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് നീനുട്ടനെ വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഓള് സാധാരണ വന്ന പാടെ അങ്ങോട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് ഓള് കുളിക്കാറുള്ളത്. ഒരു 11 മണി 12 മണിയാകുമ്പോൾ ക്ഷീണമൊക്കെ മാറ്റിയൊന്ന് എഴുന്നേൽക്കും, എന്നിട്ടാണ് കുളിക്കുക. അപ്പോൾ ഞാൻ കരുതി ഓൾ അങ്ങനെയായിരിക്കും കുളിക്കാമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഓൾ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് പോയതിൻ്റെ ശേഷം കുളിച്ചിട്ടില്ല, നമുക്ക് അവിടെ എത്തിയത് തൊണ്ടവേദനയും പനിയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ചൊരു ഷീറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ബീച്ചിൽ പോയില്ലേ. ബീച്ചിൽ പോയ സമയത്ത് ഒക്കെ മരുന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ പനിച്ചതുകൊണ്ട് ഓൾ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുടിയൊക്കെ കണ്ടോ നല്ല ഒരു ഇതായിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. മുടി ഇപ്പോൾ കുറച്ച് കട്ടിയൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുടി എണ്ണയൊക്കെ തേച്ചുള്ള കാപ്പിപ്പൊടി അതും ഇതൊക്കെ എടുത്തിട്ട് മുഖത്തൊക്കെ തേച്ച് അത് ഉണങ്ങാൻ വേണ്ടി ഫാനിൻ്റെ ചുവട്ടിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. മോള് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. മോളിൻ്റെ ഹസ്ബൻഡ് അവിടെ പുറത്തുണ്ട്. വന്ന പാടന്നെ ഓനൊരു ഫോൺ കോൾ വന്നു കാണും. മുറ്റത്ത് ഫോൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഐറൂസിനെ മാറ്റിയാണ് ഓള്. പിന്നെ എന്താ പറയുക, അവൻ്റെ അപ്പച്ചിനെ കണ്ടപ്പോൾ പിന്നെ ഓനൊന്നിനും പിടിച്ചിട്ട് കിട്ടണില്ല കേട്ടോ. മേലെ എഴുകാനോ ഡ്രസ്സ് മാറ്റാനോ ഒന്നും ഐറൂസ് നിന്നിരുന്നില്ല. പിന്നെ പിടിച്ച് രണ്ടാളും കൂടിയും ആഞ്ഞ് ശ്രമിക്കുകയാണ് ഓന് നിക്കറും കുപ്പായൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനാണെങ്കിൽ എന്താ പറയുക ഒരു പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു അന്തം വിട്ട കുന്ത പോലെ നിൽക്കുകയാണ് ഞാനും. എന്തായാലും ഞാൻ ഓന് നിക്കറും ടീഷർട്ടൊക്കെ ഇട്ട് കൊടുത്തു. ഓള് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ അതാ ഓക്കും മുഖത്ത് പോകുന്നതിൻ്റെ ഒരു സങ്കടം ഓക്കുണ്ട്. നീനുട്ട് പിന്നെ അപ്പുറത്ത് എന്താ പറയുക കാപ്പിപ്പൊടി വെച്ചിരിക്കുന്നതുകൊണ്ട് വീഡിയോയിൽ വരുന്നില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഓളയും കൂടി ഇങ്ങനെ കാണിച്ചു തരാട്ടോ കേട്ടോ. കാപ്പിപ്പൊടി നിൽക്കുകയാണ്.
ഇങ്ങനെ ഓള് കുളിക്കാൻ നിൽക്കപ്പോൾ പോയിട്ട് വേണം നമുക്ക് കുളിക്കാൻ വിചാരിച്ച് എന്തായാലും ഐറൂസ് മുറ്റത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്ത് സൈക്കിളും കൊണ്ടാട്ട് ഇറങ്ങിയത്. ഇവിടെ പുറത്തേക്ക് നല്ല കഴുകിക്കാട്ട് ഔത്തേക്ക് കയറ്റിയതായിരുന്നു. ഓൻ പിന്നെ പുറത്തേക്ക് ഇറക്കി. അങ്ങനെ ഓല് പോയി. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാനായിട്ട് എനിക്കൊരു മൂട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് നല്ല ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പോയേക്ക് ഞാൻ ഇവിടെ ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യണം എന്താ വെച്ചാൽ നീനുട്ടി പറഞ്ഞു എന്നാൽ ഞാൻ ഇന്ന് ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. ഇവിടുത്തെ ഫാന് നന്നാക്കി കേട്ടോ. ഇവിടുത്തെ ഫാന് കേടേനു. ആദ്യം ചെറുതായിട്ട് വലിയ സ്പീഡില്ലാതെ കറങ്ങുള്ളേന്. അപ്പോൾ ആർക്കും ഈ റൂമിക്ക് വരുന്നതിന് ഇഷ്ടമില്ലേന്, കിടക്കണമൊന്നും ഇഷ്ടമില്ലേന് കേട്ടോ. ഇപ്പോൾ ഫാനൊക്കെ മാറ്റിയില്ല, ഈ ഫാനൊക്കെ നന്നാക്കി നല്ല സ്പീഡാണ്. അപ്പോൾ ഇവിടെ നീനു പറഞ്ഞു ഞാൻ ഇവിടെ കടന്നോളാം, ഇവിടെ ഒന്ന് റെഡിയാക്കി തരുമോ. അപ്പോൾ ഐറൂസ് ഇങ്ങനെ കടന്ന് ബിസ്ക്കറ്റും അതും ഇതൊക്കെ തിന്ന് തട്ടി ഓരോന്നാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ബെഡ്ഷീറ്റ് മാറ്റി തരാം പിന്നെ പറഞ്ഞിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി അവിടേക്ക് ഒന്ന് തട്ടി വിരിച്ചു കൊടുത്തു, ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു. ഇനി ജനാലമേൽ ഒരു കർട്ടനും വിരിച്ചു കൊടുക്കാമെന്ന് കരുതി. എനിക്ക് അവിടുത്തെ കർട്ടൻ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബെഡ്ഷീറ്റ് കൊണ്ടോ പഴയ ബെഡ്ഷീറ്റ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് കൊടുക്കാമെന്ന് കരുതി. എന്നാൽ പിന്നെ കണ്ണിക്ക് വെളിച്ചം കുത്തൂലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി അവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തതാ, അടിച്ചേരി ഇങ്ങോട്ട് പോന്നു. പിന്നെ നമ്മൾ എന്താ പറയുക ഇവിടെ സിറ്റ് ഔട്ടും ഹാളും ഒക്കെ കുറച്ച് കച്ചറയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഉണ്ടാവുമല്ലോ, നമ്മളെ എത്ര അടിച്ചേരി വരാലും നമ്മൾ പിന്നെയും ചൂലെടുത്ത് വന്നാൽ അതിനുള്ള കച്ചറ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മുൻഭാഗം ജസ്റ്റ് അടിച്ചേരി മുറ്റത്തേക്കാണ്ട് ആക്കിയിട്ടു. പിന്നെ ഇതാ ഞങ്ങൾ കിടക്കണ റൂം, ഞാനും എൻ്റെ ഹസ്ബൻഡ് കിടക്കുന്ന റൂമാണ് അടിച്ചേരി ഇങ്ങനെ പോകുന്നു. പിന്നെ ഇതാ ഡൈനിങ് ഹാളും അടിച്ചേരി ആ ടേബിളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചാൽ ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കിച്ചണൊക്കെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അറിയാമല്ലോ രാത്രിക്കത്തെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ. എന്തായാലും ഞാൻ അവിടെയും കൂടി ഒന്ന് ഇതാക്കണുണ്ട്. നീനുട്ടി കുളിക്കാൻ വേണ്ടിയിട്ട് മോൾക്കാട്ടോ പോയത്. ഓള് ഇപ്പോൾ മോളത്തെ ബാത്റൂം ശരിയാക്കിയതിന് ശേഷം മക്കളൊക്കെ കുളിക്കാനും ഇതിനൊക്കെ മോൾക്കാട്ടോ പോകും. അവിടെ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴത്തുനിന്ന് ആർക്കും ഒരു മടിയാണ്, എല്ലാവരും മോൾക്ക് പോകും. പക്ഷേ ഈ നേരമൊക്കെ പോയാൽ എന്താ വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. ഓള് പിന്നെ രാത്രി ഒരു 11 മണിയൊക്കെ കഴിയണം ചൂട് പോകണം എന്നുണ്ടെങ്കിൽ. പക്ഷേ എന്നാലും നീ പെട്ടെന്ന് കിടക്കാൻ വേണ്ടി ഓള് വേഗം പോയി കുളിച്ച് കഴിഞ്ഞൊക്കെ ഓള് കിടന്നു കേട്ടോ. ഞാൻ ഇവിടെ കിച്ചണൊക്കെ ആദ്യം കണ്ടങ്ങൾ അത്ഭുതപ്പെടും. നല്ല പാത്രം കുറേ പാത്രം കേൾക്കാണ്ടായിരുന്നു, എല്ലാവരും വന്നു പോയതൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മളതിന് കിടക്കാൻ പോവുകയാണ്. പക്ഷേ അതിന് മുന്നേ നമുക്കൊന്ന് കുളിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ മോള് പോയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം നമ്മുടെ വീഡിയോയിലൊന്നും ഐറൂസ് ഉണ്ടാവില്ല. ഏതായാലും നീന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.